Hi friends, maft designing and stitching like എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈമുന ജലാൽ തവനൂർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു നൈറ്റിയുടെ ഫ്രീ വർക്ക് ആണ് ട്ടോ. നൈറ്റി എങ്ങനെ നമ്മൾ ശരിയാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയിട്ടല്ല ട്ടോ ഫ്രീ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് XXL അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ള ഒരു സംഭവമാണ്. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു, എഡിറ്റിങ്ങും കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ ഇത് മൊത്തം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഇനിയിപ്പോൾ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ വേറെ മോഡൽ പൈപ്പിംഗ് രീതിയിൽ ഞാൻ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ XXL വലിയ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീ വർക്ക് കാണിക്കുക, എന്നാൽ എനിക്ക് പെട്ടെന്ന് വീഡിയോ ഇടും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നൈറ്റീൻ്റെ മൊത്തം പാർട്ടും കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രീ വർക്ക് ചെയ്യുക. കാരണം നൈറ്റിയും ചുരിദാറും എല്ലാം ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെയാണ് ഇത് ഫ്രീ വർക്ക്, അതായത് നമുക്കൊരു ടോപ്പ് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഷേപ്പ് ആക്കണം എന്നുള്ളത് അധികം പേർക്ക് അറിയില്ല കേട്ടോ. എത്ര വലിയ കോഴ്സ് 2000-3000 രൂപേൻ്റെ കോഴ്സ് എടുത്ത് കഴിഞ്ഞാലും ഇത് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കാരണം പലരും അത് സ്വന്തമായിട്ട് റെഡിയാക്കില്ല. എല്ലാവരുടെ വീട്ടിലും മെഷീനൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത്ര സംഭവങ്ങളൊന്നും ചെയ്യാനറിയില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണം ഞാൻ ആദ്യമേ വിചാരിച്ചായിരുന്നു. എന്നാൽ ഞാൻ പോലും വിചാരിക്കാതെ അത് പെട്ടെന്നായി എന്ന് മാത്രം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തണം. നമുക്ക് നൈറ്റീൻ്റെ വിവിധ മോഡലുകൾ കാണിക്കാനുണ്ട്. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പിന്തുടർന്ന് വരുന്നവർക്ക് അത്യാവശ്യം അറിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മൾ നൈറ്റിയുടെ ചീത്ത വശം മുകളിലേക്കാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അളവിനുള്ള നൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നൈറ്റി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള നൈറ്റിയാണ്. അത് XL അളവിലായിരുന്നു. പക്ഷേ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഷേപ്പെല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിടുത്തുണ്ട് അല്ലേ. നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് XXL ആയതുകൊണ്ട് 48 ചെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് ഒരു വശം തന്നെ വേണം. അപ്പോൾ നമ്മൾ 12 ഇഞ്ചിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അളവിൽ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതെങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം, നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഷേപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഷേപ്പ് ചെയ്യേണ്ട നൈറ്റിയാണ് ആദ്യം അടിയിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അളവിനുള്ള നൈറ്റി അതിന് തൊട്ട് മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിവർത്തിയിട്ട് നല്ല രണ്ട് ഭാഗവും അതുപോലെ അടിഭാഗമൊക്കെ നിവർത്തി ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് വെക്കാൻ. അപ്പോൾ എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും ക്ലിയർ ആയതിന് ശേഷം വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വരക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടരികിൽ കൂടെ, അതായത് ഒരു 4 ഇഞ്ച് ഉണ്ടാവും നമുക്ക് സ്റ്റിച്ച് ചെയ്യണ ഒരു ഭാഗം. പിന്നെ ഈ അടിവശത്തേക്ക് കുറച്ച് വീതി കൂട്ടി വേണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ. അല്ലാതെ അതേ അളവ് മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ ഞാൻ അടിക്ക് ഇത്തിരി വീതി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ ഭാഗം വരെ ഒരേ അളവ് തന്നെയാണ്, തന്ന നൈറ്റിൻ്റെ അതേ അളവാണ്. അപ്പോൾ ഇനി നമുക്ക് മറുവശം കൂടി ഒന്ന് കാണാം. അതും അതുപോലെ വരച്ചു കൊടുക്കാം. ഇതിൽ ഷേപ്പ് വരെ നമുക്ക് അതേ അളവിലാണ് ചെയ്യണത്. അപ്പോൾ ഷേപ്പിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ച് ലൂസ് വേണമെന്ന് നമ്മൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ അവിടെ കുറച്ച് വീതി കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് അത് തന്നെ മതിയെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വരച്ചു കൊടുത്താൽ മതി. എന്നാൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഷോൾഡർ ആം ഹോളൊക്കെ നോക്കണം. അപ്പോൾ അതാ കണ്ടല്ലോ, അടിവശത്തേക്ക് തീരെ കുറക്കണമെന്നൊന്നുമില്ല. കാരണം അടിവശം അത്യാവശ്യം ലൂസ് ഉണ്ടായാലും കുഴപ്പമില്ല. അടിഭാഗം അത്ര ലൂസ് വേണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടിവശം ലെങ്ത്തിൻ്റെ വശം ഒരു 1.5 ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് അധികം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത്തിനനുസരിച്ച് അതുപോലെ വരച്ച് കൊടുക്കണം കേട്ടോ. ലെങ്ത്ത് അതിനേക്കാളും 1 ഇഞ്ച് കൂടെ നിന്നോട്ടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതിനേക്കാളും 1 ഇഞ്ചിലേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഇതേ അളവ് മതി. അത് അങ്ങനെ ഫുള്ളായി വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിവശം വരയ്ക്കണം. എന്താ അടിവശം അതുപോലെ മടക്കി വെച്ചെടുത്ത് അതേ അളവിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ അടിവശം മൊത്തമായിട്ട് ചെയ്യണം കേട്ടോ. ഒരു വശം സെൻറ്റർ മാത്രമല്ല സൈഡ് വരെ ചെയ്യണം.
എന്നിട്ട് നമ്മൾ അതിൻ്റെ 1.5 ഇഞ്ച് അടിവശം മുതൽക്കാണ് കട്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇതിൽ എനിക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ മാത്രമില്ല, 2 മടക്ക് മടക്കിയാൽ തീരുന്ന അത്രയേ ഉള്ളൂ. കോട്ടൻ്റെ നൈറ്റി ആണെങ്കിൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് മടക്കി എടുക്കരുത്, കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ഇങ്ങനെ കട്ട് ചെയ്യണേ നോക്കാം. ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും കേട്ടോ. ചിലർക്ക് എത്ര ഷോൾഡർ അധികം ഉണ്ടെങ്കിലും ഷോൾഡർ കട്ട് ചെയ്യണ്ട, നെക്ക് ചുരുക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറയണവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും ഷോൾഡർ അധികം ഉണ്ട് കണ്ടില്ലേ, എന്നാലും അങ്ങനെ പറയും. പക്ഷേ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അളവ് കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡറിലേക്ക് ചരിച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഷോൾഡർ ഒന്ന് നെക്ക് ചുരുക്കി കൊടുക്കും. ചിലർക്ക് അതിന് വേണ്ടിയിട്ട് നെക്ക് കൂടുതൽ വേണമെന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോൾഡറെല്ലാം തുന്നി വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷേ നമുക്ക് ഷോൾഡർ അധികം ആയതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്ത് ആം ഹോൾ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 4ആയിട്ട് മടക്കിയിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ശരിക്ക് നോക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ അളവിൻ്റെ നൈറ്റിയും കൂടി വെച്ചിട്ടുണ്ട്. അളവിൻ്റെ നൈറ്റി അതേ കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണം അളവ് വരച്ചെടുക്കാൻ. ഇതിൽ നമുക്ക് അളവ് നൈറ്റിനേക്കാളും അധികം നെക്ക് കൊടുത്തെല്ലാം താഴ്ഭാഗത്തുള്ള നൈറ്റിക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് നെക്ക് ലെങ്ത്ത് കുറക്കുകയാണ് വേണ്ടത് കേട്ടോ. കണ്ടോ, നെക്ക് ഇപ്പോൾ കറക്റ്റാണ്, പക്ഷെങ്കിൽ നെക്ക് വിടുത്തെല്ലാം കൂടുതലാണ്. അപ്പോൾ നെക്ക് വിടുത്ത് കുറക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഷോൾഡറിൽ നെക്ക് ലെങ്ത്ത് കുറച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഷോൾഡറിൽ ആം ഹോളും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കറക്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അളവ് നൈറ്റി മാറ്റിയിട്ട് ഷോൾഡറിൻ്റെ അടയാളത്തിൽ നിന്ന് ചെസ്റ്റിൽ വരച്ചിട്ടുള്ള ആ ഷേപ്പുള്ള ആ വരയിലേക്ക് നമ്മൾ നേരിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ വരയിലൂടെ കട്ട് ചെയ്തെടുത്തു. ഇനി ആ തയ്യൽ തുമ്പ് ആ സ്ലീവിൽ നിന്ന് തുന്നയിച്ച് മാറ്റുകയാണ്. അപ്പോൾ അത് അയച്ചെടുത്തു. ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ വേറെ വേറെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ അതിൽ സ്ലീവിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അളവിൻ്റെ നൈറ്റി അതിന് മേലെ വെച്ചിട്ട് അതിൻ്റെ സ്ലീവ് അതിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ 1/2 ഇഞ്ച് കറക്റ്റാക്കി വെക്കണം. ഇതാ കണ്ടല്ലോ, ഇത്ര മതി. ബാക്കി നമുക്ക് താഴേക്ക് ശരിയാക്കി വെക്കുക. ഇനി കറക്റ്റായിട്ട് ലൈന് ചെയ്ത് കൊടുക്കുക. ലൂസ് അധികം വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ ഇതേ അളവിൽ കറക്റ്റിൽ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നെക്ക് ചെയ്യാണ്. ഇത് നെക്ക് ലെങ്ത്ത് കുറക്കേണ്ടവർക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വശവും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളടുത്ത് ഫ്രീ വർക്കിന് ആരെയും കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ. കാരണം റെഡിമെയ്ഡ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റിച്ചായിരിക്കും, 2 ഇഞ്ച് 3 ഇഞ്ചിലുള്ള സ്റ്റിച്ചുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആ തയ്യൽ തുമ്പിനെ കട്ട് ചെയ്ത് കളയാണ്. എന്നാലാണ് നമുക്ക് സ്ലീവ് വെക്കുന്ന ടൈമിൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും ഷോൾഡറിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ നടുക്കുള്ള വി കട്ടും നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് സാവധാനം വേണം ചെയ്തെടുക്കാൻ. കാരണം സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ആകൃതിയിലുള്ളതാണ് അല്ലേ. ഹോൾ റൗണ്ട് ആകൃതിയിൽ സ്ലീവിൻ്റെ ആ ഒരു വശം നമുക്ക് നല്ല റൗണ്ട് ആയിരിക്കും. അപ്പോൾ കുറേശ്ശെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചുരിദാറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരാണെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കലും സ്ലീവിൻ്റെ വശം വലിച്ചടിക്കുകയൊന്നും ചെയ്യരുത്. നേരെ വെച്ച് കൊടുത്തിട്ട് ചുളിവില്ലാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൽ സ്ലീവിൻ്റെ ഭാഗം കുറവായിരിക്കും. കാരണം നമ്മൾ ആം ഹോൾ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതല്ലേ. കണ്ടോ, ഇപ്പോൾ സ്ലീവ് കുറവാണ്, ബാക്കി വശം ചെസ്റ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് വിടുത്ത് കൂടുതലായതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇനി നമ്മൾ സ്ലീവിൻ്റെ അടുത്ത വശം കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ചുളിവില്ലാതെ ഉള്ളിൽ കുടുങ്ങാതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ട്. അത്യാവശ്യം ചവിട്ടാനും അറിയുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ ഈ മാക്സി റിപ്പയറിങ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അധിക പേരും ആദ്യമായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചത് അല്ലെങ്കിൽ ഒരു വരുമാനം ചെറിയൊരു തുക ആരുടെടുത്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിലായിരിക്കും കേട്ടോ. അതായത് നൈറ്റി റിപ്പയറിങ്ങിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെയുള്ള നൈറ്റി എല്ലാ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഷോൾഡർ, ആം ഹോള്, അപ്പോൾ സ്ലീവിൻ്റെ ഓരോ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചിലർക്ക് താഴെയുള്ള ഈ സ്ലീവിൻ്റെ ഈ പീസുകളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതെല്ലാം തുന്നഴിച്ചിട്ട് കൊടുത്തിട്ട് മടക്കി എടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് വേണം ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നെക്കിലൂടെയുള്ള ഈ ലൈനുകളൊക്കെ നമ്മളൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫ്രണ്ട് നെക്കിൽ ഷിബൊക്കെ ഉണ്ടെങ്കിൽ ഷിബിൻ്റെ മേലെ കൂടിയൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അഴിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈനിലൂടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അളവ് നൈറ്റ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ അതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അളവ് നൈറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമുക്ക് ആളെ ശരീരത്തിൽ നിന്നാണ് നമ്മൾ അളവ് എടുത്തതെങ്കിൽ നമ്മൾ റൗണ്ട് ആയിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അധികം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കറക്റ്റ് അളവിൽ ചെയ്യരുത്, ശരീരത്തിൽ നിന്നാണ് എടുത്താൽ. എന്നിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് അങ്ങനെ ലൈൻ കൂടെ ചെയ്യാണ് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു രീതിയിലുള്ളത്. അപ്പോൾ അടിഭാഗത്തേക്കൊന്നും പിന്നെ ഷേപ്പ് ആക്കണ്ട, 1/2 ഇഞ്ചിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ഷേപ്പ് ആക്കിയിട്ടുള്ള ഭാഗം 2 തവണ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാണ്. അപ്പോൾ ആദ്യം ചെയ്ത് സ്റ്റിച്ചിൽ കൂടി തന്നെ ഒന്നും കൂടി ചെയ്താൽ മതി. നമ്മൾ അത്യാവശ്യം ടൈറ്റിലിടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കേട്ടോ രണ്ടാമത് ഒരു തവണയും കൂടി ചെയ്യണം എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരെ ഉണ്ടോ അപ്പോൾ അതുവരെ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ തയ്യൽ തുമ്പിലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്നാണ്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ കേട്ടോ. എത്ര എടുത്തുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ ഒത്തിരി തയ്യൽ തുമ്പിടെ അല്ലേ. അപ്പോൾ ഇത് ഒരാൾ അളവിന് ചെയ്തതായതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി. ബാക്കി നമുക്ക് മൊത്തം കട്ട് ചെയ്ത് കൊടുക്കാം. കോട്ടൻ്റെ നൈറ്റിയൊന്നും അധിക കാലം നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉള്ളിലുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ലൂസാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. 2 ഭാഗത്തും ഓരോ ഇഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ തന്നെ 4 ഇഞ്ച് വരും ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലത്തെ ഈ 2 ഇഞ്ച് കൊണ്ട്. അപ്പോൾ 1 ഇഞ്ചിലായിട്ട് നമ്മളത് മൊത്തം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോൾ ചുളിഞ്ഞ് കീറി വരും. അപ്പോൾ അതില്ലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തണം. അപ്പോൾ അതേപോലെ തന്നെ നൈറ്റി ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ക്ലാസ്സുകളും ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണെങ്കിലും അധിക പേർക്കും ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ നൈറ്റി റിപ്പയറിങ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് പൈപ്പിങ്ങൊക്കെ ഞാൻ കറക്റ്റ് ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഡിലീറ്റായി പോയി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി വേറെ രീതിയിലായിട്ടാണെങ്കിലും ഇങ്ങനെ പൈപ്പിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.